ഇനി വിദേശ വാർത്തകളുടെ രാജ്യാന്തര വാർത്തകളുടെ സമയമാണ്. പി ജെയിംസിന്റെ സമയമാണ്. വെൽക്കം സാർ. വെൽക്കം ഹാഷ്മി, വെൽക്കം ക്രിസ്റ്റീന. ഹായ് ജെയിംസ് സാർ, അവിടെ ഈ ഹമാസ് ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നു എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു. ചോരപ്പെയ്ത്തിന് ശമനമാകുന്നു എന്ന് കരുതാം. പ്രതീക്ഷിക്കാൻ സമയമായോ? ഹാഷ്മി, ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു വളരെ ഫ്ലൂയിഡ് സിറ്റുവേഷനാണ്. കാരണം ഹമാസ് നേരത്തെ ഇതിനൊന്നും വഴങ്ങുന്നില്ലായിരുന്നു എന്ന് മാത്രമല്ല, കെയ്റോയിൽ നടന്ന ചർച്ചകൾ ഏതാണ്ട് പരാജയപ്പെടുകയും ചെയ്തു. പക്ഷേ അവരുടെ വലിയ സംഘത്തെ കാണാനായി ഖത്തറിലെ ദോഹയിലാണ് ഹമാസിൻ്റെ വലിയ സംഘം, രാഷ്ട്രീയകാര്യ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് ഈ കെയ്റോ ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ പോയിരുന്നു. അവർ ചർച്ച നടത്തി. അതിനിടയിലാണ് ഇസ്രായേൽ ഒരു വലിയ ഭീഷണി മുഴക്കിയത്. ഞങ്ങൾ റഫ വൻതോതിൽ ആക്രമിക്കാൻ പോകുന്നു. കിഴക്കൻ റഫയിൽ നിന്ന് 1,00,000 പേർ അവിടുന്ന് മാറിപ്പോകണം, 20 കിലോമീറ്റർ ദൂരേക്ക് മാറിപ്പോകണം, ഞങ്ങൾ ആക്രമിക്കുകയാണ്. ഇത് കേട്ടതിൻ്റെ തൊട്ടുപിറകെയാണ് ഹമാസ് നാടകീയമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഈ പദ്ധതി അംഗീകരിക്കുന്നു. പദ്ധതി എന്ന് പറയുന്നത് 6 ആഴ്ചത്തേക്ക് വെടിനിർത്തൽ, ഇസ്രായേലിലെ ബന്ദികളെ വിട്ടയക്കും, പകരം പാലസ്തീൻ തടവുകാരെ വിട്ടയക്കും. ഇതായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നത്. പക്ഷെ ഇതുവരെ ഹമാസ് പറഞ്ഞിരുന്നത് പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ട് യുദ്ധം നിർത്തുകയും ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പിന്മാറുകയും ചെയ്യാതെ ഞങ്ങൾ ഒരു തരത്തിലുള്ള വെടിനിർത്തലിനില്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ ആക്രമണത്തിലേക്ക് കടന്നു. അവർ റഫയിൽ ഒരു സാമ്പിൾ വെടിക്കെട്ട് പോലെ ആക്രമണം നടത്തി. യഥാർത്ഥത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു എന്ന സങ്കടകരമായിട്ടുള്ള വാർത്ത വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇസ്രായേൽ ടാങ്കുകൾ റഫയുടെ അതിർത്തിയുടെ 200 മീറ്റർ അടുത്ത് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അതൊരു വല്ലാത്തൊരു മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ അവരുടെ പ്രതിനിധി സംഘത്തെ ചർച്ചകൾക്കായി അയക്കുകയാണ്. പക്ഷെ അതിനിടയിൽ ഈ ഭീഷണിയും യുദ്ധവും സമാധാനവും എന്ന് പറയുന്ന പോലെയാണ്. ലിയോ ടോൾസ്റ്റോയുടെയൊക്കെ എഴുത്തുപോലെ യുദ്ധവും സമാധാനവും എന്നുള്ള രീതിയിലാണ് ഇസ്രായേൽ കാണുന്നത്. ഒരു ഭാഗത്ത് അവർ റഫയിൽ ആക്രമണം നടത്തുന്നു, മറുഭാഗത്ത് വെടിനിർത്തലിനുള്ള ചർച്ചകൾ നടത്തുന്നു. ഇത്തരം വിലപേശലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ ജീവൻ വെച്ചാണ് വിലപേശൽ ഹാഷ്മി. പ്രത്യേകിച്ച് 34,700-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതിൽ 24,000-ലേറെ പേർ സ്ത്രീകളും കുട്ടികളുമാണ്. അതിൽ തന്നെ 15,000-ഓളം കുട്ടികളാണ്, നിരപരാധികളായ കുട്ടികളാണ് ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നൊരു പ്രത്യേക ദിവസം കൂടിയാണ്. ഇന്ന് നമുക്ക് അറിയുന്നത് പോലെ മെയ് 7-ാം തീയതിയാണ്. യുദ്ധം തുടങ്ങിയിട്ട് 7 മാസം തികയുന്ന ദിവസമാണ്. അന്നാണ് വെടിനിർത്തലിൻ്റെ ഒരു സാധ്യതകൾ വന്നിരിക്കുന്നത്. എന്തായാലും പലായനം ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആയിരക്കണക്കിന്, ഒരുപക്ഷെ 10,000-കണക്കിന് ആൾക്കാർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് റഫയിൽ നിന്ന്. റഫ ഈജിപ്ഷ്യൻ അതിർത്തിയിലാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ ഹമാസ് നടത്തിയ ഒരു ആക്രമണത്തിൽ, റോക്കറ്റ് ആക്രമണത്തിൽ 3 സൈനികർ, ഇസ്രായേലി സൈനികർ ഈ അതിർത്തിയിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇന്നത് 4ആയി ഉയർന്നിട്ടുണ്ട്. പെട്ടെന്നുള്ള ആക്രമണത്തിനുള്ള ഒരു പ്രകോപനം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് അതാണെന്ന് പറയുന്നു. എന്തായാലും യുദ്ധം തീരുമോ അല്ലെങ്കിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ വെടിനിർത്തൽ ഉണ്ടായാലും റഫ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പിറകോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. പ്രത്യേകിച്ച് വലതുപക്ഷ തീവ്രവാദികളായിട്ടുള്ള സിയോണിസ്റ്റുകൾ ഇസ്രായേലിൽ ഘടകകക്ഷികളാണ്. അവർ പറഞ്ഞിരിക്കുന്നത് യുദ്ധം നിർത്തുകയോ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരികയൊക്കെ ചെയ്താൽ, പ്രത്യേകിച്ച് റഫ ആക്രമിച്ചില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കും, മന്ത്രിസഭ താഴെ വീഴും, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അവസാനത്തെ പിടിവള്ളിയും പോവും. അതുകൊണ്ട് അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പേർ കൊല്ലപ്പെടുന്നത്. ഹാഷ്മി, ക്രിസ്റ്റീന. ജെയിംസ് സാർ, അതുപോലെ നമ്മൾ റഷ്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം വ്ളാഡിമിർ പുടിൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഡ്രില്ലിന് ഓർഡർ കൊടുത്തിട്ടുണ്ടല്ലോ സൈന്യത്തിന്. അപ്പോൾ ഇതൊരു നോൺ സ്ട്രാറ്റജിക് ന്യൂക്ലിയർ വെപ്പൺസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒരു ആണവ യുദ്ധത്തിനുള്ള ഒരു ഭീഷണിയായിട്ടാണല്ലോ യുക്രൈൻ അടക്കം ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ക്രിസ്റ്റീന, ഉക്രൈൻ യുദ്ധം തുടങ്ങി 2 വർഷവും 3 മാസമൊക്കെ പിന്നിടുമ്പോൾ ഈ ലോകത്തെ അത്യാവശ്യം ആശങ്കയിലാക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ റഷ്യ പറഞ്ഞിരുന്നു, ആരെങ്കിലും കയറി യുക്രൈനിൽ ഇടപെട്ടാൽ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നൊക്കെ പറഞ്ഞിരുന്നു. പലതവണ ഭീഷണി മുഴക്കിയതല്ലാതെ ഇത്തവണ ആദ്യമായിട്ടാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആണവ ഡ്രിൽ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡ്രില്ല് നടത്താൻ ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നോൺ സ്ട്രാറ്റജിക്കാണ്, പക്ഷേ അതിൽ മിസൈലിൽ വാർഹെഡ്സ് വെച്ചുകൊണ്ട് ആയുധങ്ങൾ വെച്ചുകൊണ്ടുള്ള ആക്രമണം നടത്താൻ പറ്റും. അതുപോലെ നേരിട്ട് വിമാനമാർഗം യുദ്ധവിമാനങ്ങൾ വന്ന്
ആണവായുധങ്ങൾ നിക്ഷേപിക്കാൻ പറ്റും. അതാണ് ഹിരോഷിമയിലും നാഗസാക്കിയിലും 1945 ഓഗസ്റ്റ് 6-നോ 9-നും സംഭവിച്ചത്. അപ്പോൾ അതുപോലെയുള്ള തരത്തിലുള്ള ഏത് തരത്തിലുള്ള ആക്രമണം നടത്താൻ പറ്റും. റഷ്യയുടെ കയ്യിലാണ് ലോകത്തിലെ ഏതാണ്ട് 12,000-ഓളം വരുന്ന ആണവായുധങ്ങളിൽ പകുതി റഷ്യയുടെ കയ്യിലാണ്. അത് സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലായിരുന്നു. മറ്റ് പല റിപ്പബ്ലിക്കുകൾ കിടക്കുകയായിരുന്നു. യുക്രൈനിലും ഉണ്ടായിരുന്നു ആയുധങ്ങൾ. പക്ഷേ അന്ന് സോവിയറ്റ് യൂണിയൻ തകർന്ന് റഷ്യ അധികാരം ഏറ്റെടുക്കുമ്പോൾ അന്നത്തെ പ്രസിഡന്റായിരുന്ന ബോറിസ് യെൽസിൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഞങ്ങൾ സുരക്ഷ തരാം, റഷ്യ തരാം എന്ന് പറഞ്ഞുകൊണ്ട് 15 റിപ്പബ്ലിക്കുകളിൽ നിന്നും അവർ ആണവായുധങ്ങൾ തിരിച്ചു വാങ്ങി. ഇപ്പോൾ 6,000-ഓളം ആണവായുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. അമേരിക്കയുടെ കയ്യിൽ 5,000-ലേറെ, മറ്റെല്ലാ രാജ്യങ്ങൾക്കും കൂടി 1000 ചില്ലാൻ ഇതാണുള്ളത്. ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, അതുപോലെ തന്നെ യൂറോപ്പിലെ ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുടെ കയ്യിലൊക്കെ ആണവായുധമുണ്ട്. ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്, നോർത്ത് കൊറിയ, ഇറാൻ്റെ കൈവശമൊക്കെ ഇതുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു ആണവയുദ്ധം നടന്നാൽ പകുതിയിലേറെ ആണവായുധങ്ങൾ റഷ്യയുടെ കയ്യിലാണ്. അത് അവരുടെ അപ്പർ ഹാൻഡ്. ഇത് നാറ്റോ സഖ്യത്തെ വല്ലാതെ വിരളി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതൊരു ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന് ഉക്രൈൻ പറഞ്ഞിരിക്കുന്നു. ഉക്രൈൻ പറഞ്ഞത് വല്ലാത്ത തരത്തിൽ അമ്പരപ്പിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബ്ലാക്ക് മെയിലിംഗ് നടത്തുകയാണ് റഷ്യ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം വീണ്ടും കൂടുതൽ ശക്തമാവുകയാണ്. ആണവായുധ പ്രയോഗം നടത്തുമോ എന്ന ആശങ്കയിലാണ് ലോകം. ഹാഷ്മി, ക്രിസ്റ്റീന. ജെയിംസ്, കാനഡയ്ക്കെതിരെ ഇന്ത്യ വീണ്ടും തിരിച്ചടിക്കുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന കുറ്റവാളികൾ അഭയം നൽകുകയാണ് കാനഡ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഈ നിജറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലായവരുമായി ബന്ധപ്പെട്ടാണോ ആ തർക്കത്തിന്റെ ഒരു സെക്കൻഡ് എപ്പിസോഡ് വീണ്ടും എസ്കലേറ്റ് ചെയ്യുന്നത്? ഹാഷ്മി, കാനഡ ഈ ഹർദീപ് സിംഗ് നിജാറിൻ്റെ കൊലപാതകത്തിൽ ജൂൺ 18-നാണ് അദ്ദേഹം കൊല ചെയ്യപ്പെട്ടത്. 3 പേർ തോക്കുധാരികൾ വന്ന് വെടിവെച്ച് പോയി എന്നുള്ളതാണ് എൻ്റെ വിഷ്വൽസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യക്കാരായിട്ടുള്ള 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കരൺപ്രീത് സിംഗ്, കമൽപ്രീത് സിംഗ്, അതുപോലെ തന്നെ കരൺ ബ്രാർ. ഈ 3 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവർ കാനഡയിലെ ആൽബർട്ടയിൽ നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തത്. ഇതേ ചൊല്ലി ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇതാദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത്. അവരെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിൻ്റെ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഇന്ത്യയെ അറിയിക്കണം. അത് അറിയിച്ചിട്ടില്ല. ദുരൂഹതയാണ് നിലനിൽക്കുന്നത് എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ കുഴപ്പങ്ങളുണ്ടാക്കി രക്ഷപ്പെടുന്ന ഖാലിസ്ഥാൻ വാദികളായിട്ടുള്ള നേതാക്കളെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമായി കാനഡ മാറിയിരിക്കുന്നു. ക്രിമിനൽസിനെ അവർ സംരക്ഷിക്കുന്നു, അവിടെ അഭയം കൊടുക്കുന്നു. ഇത് ഒരു തരത്തിലും ഇന്ത്യക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചത്. അതേസമയം ഇന്ത്യ കാനഡയിലും പാകിസ്ഥാനിലും ഇവൻ അമേരിക്കയിൽ പന്നുവിനെയൊക്കെ വധിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട്. എന്തായാലും നിജാറിൻ്റെ വധത്തിന് പിന്നിൽ ഇന്ത്യയാണെന്നുള്ള വാദത്തിൽ നിൽക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് ജസ്റ്റിൻ ട്രൂഡോ, കാനഡയുടെ പ്രധാനമന്ത്രി, പാർലമെന്റിൽ ഇന്ത്യയാണ് ഇതിന്റെ പിന്നിലെന്ന് ആരോപണം ഉന്നയിച്ചത്. ഇതേ തുടർന്ന് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായിരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴത്തെ പുതിയ സംഭവവാസങ്ങളെ കാണാൻ. എന്തായാലും ഇന്ത്യ കാനഡ ബന്ധം വളരെ വഷളാവുകയാണ്. എന്നാലും അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്നുണ്ട്. ഏതാണ്ട് 6 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഓരോ വർഷവും പോയിക്കൊണ്ടിരുന്നതാണ് ഇന്ത്യയിൽ നിന്ന്. ഇപ്പോൾ ഇനി അത് 3.5 ലക്ഷമായി കുറഞ്ഞിരിക്കുന്നു. അവിടെ ജോലി സാധ്യതകൾ കുറഞ്ഞിരിക്കുന്നു. സ്റ്റേ ബാക്ക് വേണ്ടത്ര പ്രൈവറ്റ് കോളേജുകളിൽ ഉണ്ടാവില്ല. ഗവൺമെൻറ് പബ്ലിക് കോളേജുകളിൽ മാത്രമാണ് ഇനി സ്റ്റേ ബാക്ക് 3 വർഷം അവിടെ ജോലി ചെയ്യാമെന്നുള്ളത് വരുന്നത്. ജോലി സമയം വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് കാനഡ. ഒരുപക്ഷെ കാനഡയും ഇന്ത്യയും തമ്മിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടം ഇതിന് കാരണമായിട്ടുണ്ട് എന്ന വാദം പോലുമുണ്ട്. എന്തായാലും ഇന്ത്യ കാനഡ ബന്ധം കൂടുതൽ വഷളാവുകയാണ്. ഹാഷ്മി, ക്രിസ്റ്റീന. ശരി, താങ്ക്സ് ജെയിംസ് സാർ. എന്തായാലും നമ്മുടെ പ്രേക്ഷക സീന മുഹമ്മദ് പറയുന്നുണ്ട് ജെയിംസ് സാറിന്റെ ഒരു ചിരി കണ്ടാൽ അത് മതി ഒരു ദിവസം. മുനീർ പറമ്പിൽ ചോദിക്കുകയാണ്, ജെയിംസ് സാറേ, ജെയിംസ് അണ്ണനെ കൊടുക്കുവോ ഹാഷ്മി? പൊന്നും വില തരാന്നാ പറയുന്നത്. നോട്ട് ഫോർ സെയിൽ പറഞ്ഞേക്കട്ടെ. ഇല്ല, കൊടുക്കൂല. കേൾക്കാൻ സുഖമുണ്ട്.